ശാന്തമാക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളെ എപ്പോഴും ശാന്തമാക്കി വെക്കുകയാണ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദൈവമേ കാത്തുകൊള്ളുക അങ്ങ്. അങ്ങ് എന്ന് പറഞ്ഞാൽ എവിടെയാ? സെമിറ്റിക് മതങ്ങളിൽ പറയുന്നത് ദൈവം ഇരിക്കുന്ന എവിടെയാ? സ്വർഗത്തിൽ, അല്ലെങ്കിൽ അങ്ങ് ഉന്നതങ്ങളിൽ, അല്ലെ? ഈ ഉന്നതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? ദൈവത്തിനെ അറിയുക എന്നാണ് പറയുന്നത്, അല്ലെ? ദൈവത്തിനെ അറിയണം, നമ്മൾ അനുഭവിച്ചറിയണം. പരബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയും, അല്ലെ? ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയും. ആ ഒരു തലം അറിവിന്റെ തലമാണ്. അപ്പൊ അറിവിന്റെ തലത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ആളാണ് ദൈവം എന്നാണ് സങ്കല്പം. അറിവിൽ ഉയർന്നവൻ. അതുകൊണ്ടാണ് കൈലാസത്തിന്റെ മുകളിൽ ഇരിക്കുന്നത്, ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലത്തിരിക്കുന്ന ആൾ. ചന്ദ്രനെ ശിരസിൽ ചൂടിയവൻ, അല്ലെങ്കിൽ ആകാശത്തോളം മുട്ടി നിൽക്കുന്ന, ഉയർന്നു നിൽക്കുന്ന പരമമായ അറിവാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അതാണ് ഈശ്വരൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവം അറിവാണ്, നോളജ്. വെറും അറിവല്ല, അറിവിലുമേറിയ അറിവ്. നമ്മൾ സാധാരണയായിട്ട് അറിയുന്ന അറിവല്ല, അതിനപ്പുറത്തുള്ള അറിവ്. ഏത് കാര്യത്തിനെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. സാധാരണ രീതിയിലും അറിയാൻ പറ്റും, സൂക്ഷ്മമായും അറിയാൻ പറ്റും, അല്ലേ? അറിയില്ലേ? ഒരു കാര്യത്തിനെ സാധാരണ രീതിയിൽ മനസ്സിലാക്കാം, അല്ലാതെ ഇപ്പൊ അനുഭവിച്ചറിയാനും പറ്റും. അപ്പോ സാധാരണ രീതിയിലല്ലാതെ അതിന്റെ മുകളിലത്തെ തലത്തിലേക്ക് നാം അനുഭവിച്ചറിയുന്ന ഒരു തലമുണ്ട്. അറിവിനെ പരമാവധി അറിയുക, പരമാവധി ബോധം ഉണ്ടാവുക, ബോധോദയം ഉണ്ടാകുക എന്നൊക്കെ പറയും. ആ തലത്തിലേക്ക് ഉയരുന്ന അവസ്ഥയില് അങ്ങ് ഉന്നതമായ അറിവിന്റെ പരകോടിയിലിരിക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനോടാണ് പ്രാർത്ഥിക്കുന്നത്. കൈവിടാതെ. കൈവിടാതെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൈ പിടിച്ചിട്ടുണ്ട്, വിടരുതെന്നാ പറഞ്ഞേക്കുന്നത്, അല്ലേ? കൈ പിടിക്കണേന്നാണോ? കൈ പിടിച്ചിട്ടുണ്ട് ഓൾറെഡി, അത് നമ്മൾ അറിയുന്നില്ല. ഇനി മുതൽ അറിയണം കേട്ടോ, ദൈവം കൈ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിനി പ്രാർത്ഥിക്കുന്നത് എന്താ? എന്റെ കൈയെ പിടിച്ചിട്ടുണ്ട്, നീ ഇനി വിടരുത്, അല്ലേ? അല്ലെ ഞാൻ തട്ടി മാറ്റരുത് ദൈവത്തിന്റെ കൈ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? ദൈവദശകം പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു ആവശ്യപ്പെടലും ഇല്ല. എനിക്ക് ബിഗ് ലോട്ടറി അടിക്കണം, ബിഗ് ടിക്കറ്റ് ലോട്ടറി അടിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. എന്റെ അസുഖം മാറണേന്ന് ആവശ്യപ്പെടുന്നില്ല. എനിക്കൊരു കാർ മേടിക്കാൻ പറ്റണമെന്ന് ആവശ്യപ്പെടുന്നില്ല. ഇല്ല. ഇതിനകത്ത് പ്രകൃതിക്കിണങ്ങുന്ന അർത്ഥന മാത്രമേ ഉള്ളൂ. പ്രകൃതിയോട് ആജ്ഞാപിക്കുന്ന രീതിയിലുള്ള അർത്ഥനയൊന്നുമില്ല, അല്ലെ ആവശ്യപ്പെടലില്ല. അതാണ് ദൈവദശകത്തിന്റെ മഹത്വം. ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് എവിടെയും ഞാൻ എന്ന വാക്കില്ല, എനിക്കെന്ന വാക്കില്ല, ഞങ്ങളെ, ഞങ്ങൾക്ക്. എന്തുകൊണ്ടാ? ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ആരുടെ? നമ്മുടെ. നമ്മളെന്ന് വെച്ചാൽ ആരാ? മനുഷ്യർ മാത്രമല്ല, സകല ചരാചരങ്ങളുടെയും പ്രാർത്ഥനയാണ്. മനുഷ്യനല്ലാത്ത ജീവികൾക്ക് ഇനിയും പ്രാർത്ഥന വേണമെങ്കിൽ അവർക്കും പ്രാർത്ഥിക്കാം. അത്രയ്ക്ക് മഹത്തരമായ ഒരു പ്രാർത്ഥനയാണ്, അത്രയ്ക്ക് ഡെപ്തുള്ള, ആഴമുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദൈവം, അത് ഉന്നതങ്ങളിൽ എന്ന് പറയുന്ന അറിവിന്റെ ഏറ്റവും ഉന്നതമായ തലത്തിലിരിക്കുന്ന, പരകോടിയിലിരിക്കുന്ന ദൈവമേ, അങ്ങ് കൈവിടാതെ, കൈപിടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ. അപ്പൊ ഞങ്ങളുടെ കൈവിടാതെ ഞങ്ങളെ കാത്തുകൊള്ളുക. സംസാരസാഗരമാകുന്ന ഈ ലോകം, അല്ലെ ഈ പ്രപഞ്ചം, അത് നീന്തിക്കിടക്കുമ്പോൾ ഞങ്ങളെ രക്ഷിക്കാൻ വരുന്ന ഒരു കപ്പലുമായി വരുന്ന കപ്പിത്താനാണ് നീ. നിന്റെ പദം എന്നുള്ള അർത്ഥം എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? പാദം. നിന്റെ പാദമാണ് എനിക്ക് അഭയം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? എനിക്ക് അഭയം നിന്റെ പാദമാണ്, ചരണം, നിന്റെ ചരണമാണ് എനിക്ക് അഭയം എന്ന് പറയുന്നത് പോലെ ഈശ്വരൻ തന്നെയാണ്. ഈ സംസാര സാഗരവും ഈശ്വരൻ തന്നെയാണ്, അതിലെ തിരയിളക്കവും ഈശ്വരൻ തന്നെയാണ്. അതിനകത്തുനിന്ന് രക്ഷിക്കേണ്ട ആളും ആരാണ്? ദൈവം തന്നെയാണ്. അപ്പോൾ ദൈവം തന്നെ കൈപിടിച്ച് നടത്തുന്നു, നമ്മൾ അത് അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത് മുറിച്ചു ചൊല്ലുമ്പോൾ ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധി
ഭവാബ്ദി അല്ല, ഭവാബ്ധി. ത ഇഥ ദ ഇദ്ധ, ഇദ്ധ. കേട്ടോ, അത് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭവാബ്ധിക്ക്, ഭവാബ്ധിക്ക്, ക്ക് ഒരാവിവൻ, അങ്ങനെ ചൊല്ലണം. അപ്പം അതിന്റെ അർത്ഥം ക്ലിയർ ആയില്ലേ? ഭവാബ്ധിക്കോ രാവിവൻ എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടുവോ? കിട്ടുവോ? കിട്ടത്തില്ല. ഭവാബ്ധിക്കോ രാവിവൻ എന്ന് പറഞ്ഞ അർത്ഥം കിട്ടുവോ? കിട്ടത്തില്ല. ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്ന് എഴുതി വെച്ചോ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. കൈവിടാതെ, കേട്ടോ, കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. ഞാൻ മുറിച്ച് പറയുന്നതെന്ന് എഴുതിയെടുത്തു. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മുറിക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതെ ഇങ്ങ് ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരു ആവി വൻ തോണി നിൻപദം. ഇതാണ് കാര്യം. പദ്യത്തിനെ നമ്മൾ വാചക രൂപത്തിലാക്കിയാൽ ഇങ്ങനെയാണ് കാര്യം. ഇനി അതൊന്ന് ചൊല്ലി നോക്കിയേ. ദൈവമേ കാത്തുകൊള്ളുകങ്ങ്, കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങു ഞങ്ങളെ. അങ്ങ് ഇങ്ങ്, കേട്ടോ, അങ്ങ് ഇങ്ങ്. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഇത് ഇത്രയും ചൊല്ലുന്നത് ക്ലിയർ ആയോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിച്ചോ കേട്ടോ. ഈ ചൊല്ലിയതിനകത്ത് ആർക്കെങ്കിലും സംശയമുണ്ടോ? ദൈവദശ എന്ന് തീരണമെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കും. 10 ശ്ലോകങ്ങളുണ്ട്, 9 ആഴ്ചയേ ഉള്ളൂ, ഇത്രയും കൃതികളുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിച്ചോ. എന്റെ വാട്സപ്പ് നമ്പർ തരാം. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എപ്പോ വേണേ എനിക്ക് മെസ്സേജ് ഇടാം, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. സംശയമുണ്ടോ? അർത്ഥം പറഞ്ഞതിന് സംശയമുണ്ടോ? ഇല്ല മാഷെ, മുന്നോട്ട് പോവാം. വ്യക്തമാണ്. അടുത്തത് ഒന്നൊന്നായി എണ്ണി എണ്ണി. ചേട്ടാ ചൊല്ലിയത് നിങ്ങളെല്ലാം കേട്ടാണല്ലോ. അപ്പൊ ചേട്ടൻ ചൊല്ലിയതും ഇപ്പൊ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഭവാബ്ദി എന്നുള്ളത് ഉച്ചരിച്ചത് ദായാണ് ഉച്ചരിച്ചത്, ധ എന്ന് ഉച്ചരിക്കണമായിരുന്നു. ഭവാബ്ദിക്കോ രാവിവൻ എന്നാണ് ചൊല്ലിയത്, കേട്ടോ. അതൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് ചേട്ടൻ മാത്രമല്ല, ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ ചൊല്ലുന്നത്. അപ്പൊ ഇനി മുതൽ ഇത് ഈ ശ്ലോകം ഇനി ആരും തെറ്റിക്കരുത്, ഇതിനകത്ത് പങ്കെടുത്തവര്. എനിക്ക് ചൊല്ലിയിട്ട് തരണേ. അടുത്തത് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ്പന്ദമാകണം. അത് പല ആളുകളും നിന്നിലാസ്പന്ദമാകണം എന്ന് ചൊല്ലും, അല്ലേ? ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിൽ അസ്പന്ദമാകണം. അസ്പന്ദം, അങ്ങനെയാണ് ആ വാക്ക്, കേട്ടോ. തൊട്ടെണ്ണും പൊരുൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭൗതികമായി കാണുന്നതെല്ലാം തൊട്ടെണ്ണാം, അല്ലെ? നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ കാണുന്നോ അതിനെയെല്ലാം നമുക്ക് തൊട്ടെണ്ണാൻ പറ്റും. ദൃശ്യപ്രപഞ്ചം എന്ന് പറയാം. ആ എണ്ണുന്നതൊക്കെ ചെന്ന് അവസാനിച്ചാൽ, ഇപ്പൊ ഒരു കയർ എടുത്തിട്ട് അതിനെ ഇഴ പിരിച്ചാൽ ഏറ്റവും അവസാനം ഒരു നാരിൽ ചെന്ന് നിൽക്കും, അല്ലെ? അതുപോലെ ഈ പ്രകൃതിയിലുള്ള എല്ലാത്തിന്റെയും സത്യം, സാരം അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരു സത്യത്തിൽ ചെന്ന് നിൽക്കും. അതാണ് ദൈവം. അപ്പോ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ദൈവം, അതിനെ ആ ഒരു ദൃക്ക് എന്ന് പറഞ്ഞാല് കണ്ണെന്നാ, കേട്ടോ. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്ക്. ആ ഒരു കണ്ണിനെ കാണുമോ? ഇപ്പൊ എന്റെ കണ്ണിന് എന്റെ കണ്ണിനെ കാണാൻ പറ്റുമോ? ആ തരത്തില് ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ സത്യത്തില്
ഏഹ്, അസ്പന്ദമാകണം. അസ്പന്ദമാകുക വെച്ച് കഴിഞ്ഞാൽ ചലനരഹിതമാകുക എന്ന്, സ്പന്ദനമില്ലാതാകുക. ഇപ്പൊ ഞാൻ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഞാൻ ഈ പ്രകൃതിയിൽ നിന്ന് വേറെയാണെന്നുള്ള രീതിയിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്, അല്ലെ? അതിൽ നിന്ന് മാറി ഈ പ്രകൃതിയുടെ സ്പന്ദനം തന്നെയാണ് എൻ്റെ സ്പന്ദനം എന്നുള്ള തലത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്നിടത്ത് എനിക്ക് പ്രത്യേകമായ സ്പന്ദനമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോ ആ ഒരു തലത്തിലേക്ക് നാം എത്താൻ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. മനസ്സിലായോ? ഗുരു ജന്നി നടന്ന മഞ്ജരിയിൽ ചിന്നാഭി എന്ന് എഴുതിയിട്ടുണ്ട്. അതിനെ ചിന്നാഭി. നമ്മളൊരു ജലത്തിലേക്ക് ഒരു ജലത്തിന്റെ ഉപരിതലത്തിലേക്ക് ഒരു പാറക്കഷ്ണം എടുത്തിട്ടാൽ അതിൽ നിന്ന് തരംഗാവലി ഇങ്ങനെ ഉണ്ടാവും, ഒരു ബിന്ദുവിൽ നിന്ന്, അല്ലെ? ആ തരംഗാവലി എത്രയും വ്യാപിച്ചു പോകുന്നോ അത്രയും പതുക്കെ ചുരുങ്ങി ചുരുങ്ങി ആ പോയിന്റിലേക്ക് തന്നെ വരും. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഭി. ഒരു പോയിന്റിൽ നിന്നും ഓംകാരം എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ, അല്ലെങ്കിൽ ഒരു ഊർജപ്രവാഹം പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രവഹിച്ചത് തിരിച്ച് അതിലേക്ക് തന്നെ അടങ്ങുന്നു. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമുണ്ടാകുന്നു, പൂർണ്ണത്തിൽ നിന്ന് അവശേഷിക്കുന്നു. നാം ശരീരമല്ല, അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുമ്പിലും അറിവായി നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാൽ നാം ഇപ്രകാരം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊക്കെ ഇതിൽ തന്നെ ഉണ്ടായി, ഇതിൽ തന്നെ തീരുന്നു, അല്ലെങ്കിൽ ഇതിൽ തന്നെ അടങ്ങുന്നു. അപ്പൊ ഇതിൽ തന്നെ അസ്പന്ദമാകുന്നു. അതായത് ഞാൻ വേറെയാണെന്നുള്ളൊരു ചിന്തയിൽ നിന്ന് ഞാൻ ഈ പ്രപഞ്ചമാണെന്നുള്ള ധാരണയിലേക്ക്, ചിന്തയോ വിശ്വാസമല്ല, ധരിക്കുക, അല്ലെങ്കിൽ ഞാൻ അതിനെ ബോധ്യപ്പെടുക. ആ ഒരു ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ പിന്നെ ഞാനും നീയും ഇല്ല, എല്ലാം നമ്മളാണ്, ഈ പ്രകൃതി ഒന്നാണ്, പ്രപഞ്ചം ഒന്നാണ്. ഈശ്വരനും ഭക്തനും ഭഗവാനും ഒന്നാവുന്ന ഒരവസ്ഥ, അതിൽ എത്താനുള്ള പ്രാർത്ഥനയാണ്. അപ്പൊ അത് ചൊല്ലുമ്പോൾ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി എഴുതിയെടുത്തു. ഒരു വരിയിൽ വരുന്നുണ്ടല്ലേ, ഒന്നൊന്നായി എണ്ണി എണ്ണി തോ വരെ വരുന്നുണ്ട്, പിന്നെ ഒരു ഹൈഫൺ ആയിട്ടേക്കുന്നു, അല്ലേ? അപ്പം എണ്ണി എണ്ണി വരെ നിർത്തണം. തോ കഴിഞ്ഞൊരു ഹൈഫൺ ഇട്ടേക്കുന്നതിന്റെ അർത്ഥം എന്താ അറിയോ? തോ കഴിഞ്ഞുള്ള ഭാഗം താഴെ അത് ചേർത്ത് ചൊല്ലണമെന്നാ അതിന്റെ അർത്ഥം. തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദം. നിന്നിൽ അസ്പന്ദമാകണമെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഉൾക്കൊണ്ട് ചൊല്ലുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല. നിന്നിൽ അസ്പന്ദമാകണം എന്ന് പറയുന്നിടത്ത് അത് അതിന്റെ അർത്ഥം, പൊരുൾ വ്യക്തമാണ്, കേൾക്കുന്നവർക്കും ചൊല്ലുന്നവർക്കും. ശരിയല്ലേ? അപ്പൊ ഇനി ചൊല്ലുമ്പോ ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം എന്ന് ചൊല്ലണം. ക്ലിയർ ആണോ? അടുത്തതിലോട്ട് പോട്ടെ. വ്യക്തമാണ്, പോവാം. അപ്പം മൂന്നാമത്തെ ശ്ലോകത്തില് അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. അത് സാറിനായിട്ട് ആരും തെറ്റിക്കാറില്ല. അന്നവസ്ത്രാദി മുട്ടാതെ എന്താ അർത്ഥം? എനിക്ക് അന്നവും വസ്ത്രവും തരണേന്നല്ല പറഞ്ഞത് കേട്ടോ, തന്ന് രക്ഷിക്കുന്നുണ്ട്, അല്ലേ? അന്നവും വസ്ത്രവും എനിക്ക് തരുന്നത് നീ തന്നെയാണ്. എനിക്ക് പ്രത്യേകിച്ച് തരണം എന്ന് ഞാൻ ആവശ്യപ്പെടേണ്ട കാര്യമില്ല, ആവശ്യപ്പെടലില്ല. എനിക്ക് എന്തൊക്കെ തരുന്നുണ്ടോ, ഞാൻ ഈ പറയുന്ന ശബ്ദവും ഇപ്പൊ ഞാൻ നമ്മളോട് സംസാരിക്കുന്ന ഈ സമയവും ഒക്കെ തരുന്നത് ആരാണ്? പ്രപഞ്ചമാണ്. ഇതെല്ലാം പ്രപഞ്ചത്തിന്റെ ഭാഗം തന്നെയാണ്. സമയം പരിധിയൊക്കെ നിശ്ചയിക്കുന്ന ആരാ? മനുഷ്യനാണ്, അല്ലേ? സമയത്തിന്റെ പരിമിതി ഉണ്ടോ? അത് നമ്മുടെ തെറ്റായ അബദ്ധധാരണയല്ലേ? സൂര്യൻ ഉദിച്ചാൽ നേരം വെളുത്തു, അല്ലെങ്കിൽ രാവിലെയാണെന്നൊക്കെ കാണുന്നത് നമ്മൾ ആ ചക്രവാളത്തിന്റെ പരിധി നിർണയിച്ചുകൊണ്ട് നമ്മൾ
തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നതല്ലേ. ശരിക്കും അനന്തതയാണുള്ളത്, ഇൻഫിനിറ്റി. ഇവിടെ ഉള്ളത് അനന്തതയാണ്. ആകാശത്തിന്റെ പരിധി നമ്മൾ നിശ്ചയിക്കുന്നതാണ്, ചക്രവാളം അല്ലെ. ശരിക്കും ചക്രവാളം ഒന്നുണ്ടോ? ഇല്ല. ആകാശത്തിന് പരിധി ഇല്ലെങ്കിൽ പിന്നെ ചക്രവാളം ഉണ്ടോ? ഇല്ല. എന്ന് പറയുന്ന പോലെ പ്രപഞ്ചത്തിന് പരിധിയില്ല. ഈ പരിധി നിശ്ചയിക്കുന്നത് നമ്മളുടെ മാനസികമായ സങ്കോച അവസ്ഥ കൊണ്ടാണ്. അപ്പോ അന്നവും വസ്ത്രവും ഒക്കെ എനിക്ക് വേണേ, ഇനിയും നാളത്തേക്കൂടെ വേണേ എന്ന് നമ്മൾ ഈശ്വരവിശ്വാസി ആണെങ്കിലും പറയേണ്ടി വരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച്. യേശുവും ശിഷ്യന്മാരുടെ, ഇന്ന് ഈസ്റ്റർ ആണല്ലേ, യേശുവിനെ മറക്കാൻ പറ്റൂ? യേശുവും ശിഷ്യന്മാരുടെ ഒരിക്കൽ വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. അപ്പോ യേശു ചെറുതായിട്ടൊന്ന് മയങ്ങി. ഇടയ്ക്ക് കാറ്റും കോളും ഒക്കെ വന്നു, ഭയങ്കര മഴ വന്നപ്പോൾ ശിഷ്യന്മാര് ഭയന്നുകൊണ്ട് യേശുവിനെ വിളിച്ചു നടത്തിയപ്പോ, നിങ്ങളൊക്കെ എന്തോ വിശ്വാസികളാടേ എന്ന് ചോദിച്ചു. നമ്മളൊക്കെ വിശ്വാസികളാണ്, പക്ഷേ നാളത്തേക്കുള്ളത് ചോദിക്കണം എങ്കിലേ തരൂന്നാ വിശ്വാസം. ശരിയല്ലേ? ഇന്ന് കിട്ടിയത് ദൈവം തന്നതാണ് എന്നുള്ള സംതൃപ്തി നമുക്കില്ല. എത്ര കിട്ടിയാലും നാളെ എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ഭയമാണുള്ളത്. അതൊക്കെ മാറാനുള്ളൊരു പ്രാർത്ഥനയാണ്. അവിടെ മാത്രമേ ഈ പറഞ്ഞ നിത്യം വാഴുന്ന സുഖം നമുക്ക് ലഭിക്കൂ. പെൻസ് വാങ്ങിയവന് അതിലും കൂടിയ കാർ വാങ്ങാൻ ആശയുണ്ടാവും. താൽക്കാലിക സുഖം. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്, ഇതെല്ലാം വേണം. പക്ഷെ അതൊക്കെ ഉള്ളപ്പോഴും സുഖവും ദുഃഖവും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള അതാണ് ആധ്യാത്മികത. സുഖത്തിനെയും ദുഃഖത്തിനെയും നമുക്ക് തള്ളാൻ പറ്റില്ല. ഗുരുക്കന്മാർക്ക് പോലും തള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലേ? പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുഹൃത്തുക്കൾ പോലും അഹോ ചുഴന്നിടുന്നു എന്ന് നാരായണ ഗുരു എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഈ പ്രകൃതിയുടെ ചുഴറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പൊ നമ്മൾ സാധാരണക്കാരുടെ അവസ്ഥ എന്ന് ആലോചിച്ച്, ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ കിടന്ന് വിഴലുന്ന സാഗരത്തിനെ സംസാര സാഗരം എന്നുള്ള തലത്തിൽ നിന്ന് അതിനെ ഏറ്റവും അവസാനം പറയുന്ന ഭവാബ്ധിയിലേക്ക് എത്തിക്കുക. അത് നമ്മുടെ മനോനിലയെ മാറ്റുക എന്നുള്ള. അപ്പോ അന്നവസ്ത്രാദി മുട്ടാതെ തന്ന് രക്ഷിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നീ. അതിൽ ഞങ്ങള് നന്ദിയുള്ളവരാണ്. ഈ ഉപകാര സ്മരണ എപ്പോഴും മനസ്സിൽ വയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ നീ എപ്പോഴും ധന്യരാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ധന്യർ തന്നെയാണ്. ഇതുപോലെ പോസിറ്റീവ് ചിന്ത തരുന്നൊരു പ്രാർത്ഥന എവിടെ ഉണ്ട്? നീ പാവിയാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? നീ ധന്യനാണെന്നല്ലേ പറയുന്നത്, അല്ലേ? ഞങ്ങളെ ധന്യരാക്കുന്ന നീ, എപ്പോഴും നീ ഞങ്ങളെ ധന്യരാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ധന്യനാണ്. ധന്യൻ എന്ന് വെച്ചാൽ എന്തുവാ? ധന്യർ ധനമുള്ളവരാണ്, അല്ലെ? ബാങ്ക് ബാലൻസ് അല്ല കേട്ടോ ധന്യത. ധനമുള്ളവെന്ന് വെച്ചാൽ സന്തോഷമുള്ളവൻ എന്നാണ് അർത്ഥം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നവനോളം ഭാഗ്യവാൻ ആരുണ്ട്? ഇനി എന്തൊക്കെ ഉണ്ടായാലും. അപ്പോ ആ ധന്യത എന്ന് പറയുന്നത് അതിനെ പറ്റിയാണ്. ഒരു സെക്കൻഡ്. താങ്ക് യു. അപ്പോ ദൈവദശകത്തിലെ അന്നവും വസ്ത്രവും ഒക്കെ തന്ന് രക്ഷിച്ച് നമ്മളെ ധന്യരാക്കി വെക്കുന്ന ഈശ്വരനാണ്, ദൈവമാണ്. ആ ദൈവം തന്നെയാണ് ഞങ്ങൾക്ക് തമ്പുരാൻ, ഞങ്ങളുടെ യജമാനൻ, രാജാവ്, ഞങ്ങൾക്കെല്ലാം എന്നാണ് അർത്ഥം. അപ്പൊ ഇനിയും അന്നവസ്ത്രാദി മുട്ടാതെ എഴുതിക്കൂ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ. കേട്ടോ? ധന്യരാക്കുന്ന നീ അവിടെ നിർത്തണം. ധന്യരാക്കുന്ന നീ ഒന്ന് നിർത്തിയിട്ട് തന്നെ ഞങ്ങൾക്കെന്ന് പറയരുത്. ധന്യരാക്കുന്ന നീ എന്ന് നിർത്തുക. ഒന്നു തന്നെ, ഒന്നേ ഉള്ളൂ ഈശ്വരൻ, ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അത് വ്യക്തമായോ? അടുത്തത് വലിയൊരു തത്വമാണ് പറയുന്നത്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. 4 കാര്യങ്ങളെ ഒരിടത്ത് പറഞ്ഞു, 4 കാര്യങ്ങളെ ഇപ്പുറത്ത് പറഞ്ഞു, അല്ലെ? 4നെയും ഉപമിക്കുകയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും. സമുദ്രത്തിന്റെ സ്വഭാവമാണ് ഇതൊക്കെ. ആഴി എന്ന് പറയുമ്പോൾ
അതിന് ആഴമുണ്ട്, അതിൽ കാറ്റുണ്ട്, തിരയുണ്ട്, ഇതൊക്കെ അല്ലെ. ആഴിയും തിരയും കാറ്റും ആഴവും എല്ലാം കൂടെ ചേർന്ന് ഒന്നു ചേർന്ന് നിൽക്കുന്നതാണ് സമുദ്രം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സമുദ്രം അല്ലെ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിരിക്കുന്നത് പോലെ, ഒന്നായി സമുദ്രമായിട്ടിരിക്കുന്നത് പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും. ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ള കാര്യം എനിക്ക് ബോധ്യമാവണം. അതാണ് അർത്ഥം. എന്റെ ഉള്ളിലാണോ എന്നല്ല. ചേട്ടൻ ചൊല്ലി എന്റെ ഉള്ളിലാണോ എന്നല്ലേ. നീയും എന്നുള്ളിലാകണം എന്ന് ചൊല്ലരുത് കേട്ടോ. നീയുമെന്ന് ഉള്ളിലാകണം. ആഴിയും അതുപോലെ ചൊല്ലുമ്പോ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ അവിടെ നിർത്തണം. ആ 4 കാര്യങ്ങളെ ചേർത്ത് പറയണം. നാലും കൂടെ ഒരുമിച്ചിരിക്കുകയാണ്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്ന് ഉള്ളിലാകണം. നീയുമെന്ന് ഉള്ളിലാകണം. നീയുമെന്നുള്ളിലാകണം അല്ല. ഉള്ളിലുണ്ട്. അകവും പുറവും തിങ്ങുന്ന മഹിമാവെന്ന് അടുത്ത വരികളിൽ പറഞ്ഞിട്ടുണ്ട്. അകത്തിരിപ്പുണ്ട്. നീ എന്റെ അകത്തുമുണ്ട്, പുറത്തുമുണ്ട്. ഇപ്പൊ ഇനി ഉള്ളിലാണോ? എന്റെ അകത്ത് നീ ഉണ്ടെങ്കിൽ ഇനി ഉള്ളിലാകണോ എന്ന് പ്രാർത്ഥിക്കണോ? വേണ്ട. അപ്പൊ നീയുമെന്ന് ഉള്ളിലാകണം. ഈ ഒരു തത്വം എനിക്ക് ബോധ്യമാവണം. ഒരു ഉപമ പറഞ്ഞിട്ട് അത് വലിയൊരു തത്വമാണ് ഈ പ്രപഞ്ചത്തെ സംബന്ധിക്കുന്നത്. ആ തത്വം എനിക്ക് ബോധ്യമാവണം എന്നാണ് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. അപ്പോ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിന്മഹിമയും. അത് ചൊല്ലുന്നുടനെ ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്ന് ഉള്ളിലാകണം. നീയും എന്ന് നിർത്തിയിട്ട് എന്നുള്ളിലാകണം എന്നും പറയാം. പക്ഷെ എന്നുള്ളിലാകണം എന്ന് പറയരുത്. എന്നുള്ളിലല്ല കേട്ടോ. വ്യക്തമായോ? അർത്ഥം വ്യക്തമായോ? കീർത്തി ശ്രീജിത്ത് മോക്ക് മനസ്സിലായോ? മനസ്സിലായോ? അടുത്തത് നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും. സൃഷ്ടി സൃഷ്ടാവല്ല, സ്രാ സൃ സ്രാ സൃ കേട്ടോ. സൃഷ്ടി എന്നുള്ളത് കൃതി എന്ന് എഴുതത്തില്ലേ, അതുപോലെ സൃഷ്ടി. അത് ഉച്ചരിക്കേണ്ടത് സൃ എന്നാണ്. സാ എടുത്ത് എഴുതിയിട്ട് ഇടതുവശത്ത് വരയിട്ടാൽ സ്രായാണ്. സ്ര സ്ര സൃ സ്ര ഉച്ചരിക്കേണ്ടത് അങ്ങനെ കേട്ടോ. അപ്പൊ നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും. സൃഷ്ടി, സ്രഷ്ടാവ്, സൃഷ്ടിജാലം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാരും തെറ്റിക്കുന്നതാണ് അത്. നീയല്ലോ ദൈവത്തിനെ എന്തൊക്കെയായിട്ട് ഉപമിച്ചിരിക്കുക. ഇവിടെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ദൈവമാണ്. സൃഷ്ടിയാണ്, സ്രഷ്ടാവാണ്, സൃഷ്ടിജാലമാണ്. സൃഷ്ടിക്കുന്നവനും നീ തന്നെ, സൃഷ്ടിയും നീ തന്നെ, ഈ കാണുന്ന സൃഷ്ടിജാലവും നീ തന്നെ. അല്ലയോ? അതിന്റെ അർത്ഥം ഇവിടെ കാണുന്നത് എന്തൊക്കെയുണ്ടോ അതെല്ലാം നീയാണ്, ദൈവമാണ്. ഈശാവാസ്യം ഇതം സർവം. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നു എന്നാണ്. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. സൃഷ്ടിക്കുള്ള സാമഗ്രി. ഒരു കുടം ഉണ്ടാക്കണമെങ്കിൽ കുശവന് മണ്ണ് വേണം, അതിന് ഒരു ചക്രം വേണം, ചക്രം തിരിക്കുന്ന ഒരു ദണ്ട് വേണം. അതെല്ലാം സാമഗ്രികളാണ് അല്ലെ. ഇവിടെ ഈ പ്രകൃതിയിൽ കാണുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ സൃഷ്ടിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ള ഭൗതികമായ വസ്തുക്കളുണ്ടോ അതും നീ തന്നെയാണ്. ആരാണ്? അതും ദൈവമാണ്. സ്രഷ്ടാവ്, സ്രഷ്ടാവ്, സ്ര സ്ര സൃഷ്ടാവല്ല, സ്രഷ്ടാവ്. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ, ഇവിടെ നിർത്തണേ. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അർത്ഥം വ്യക്തമാണല്ലേ? അർത്ഥം വ്യക്തമായോ? ഏ
വ്യക്തമായോ? അടുത്തതിലോട്ട് പോട്ടെ. ഓക്കെ. നീയല്ലോ മായയും മായാവിയും. ഞാനിപ്പോ ഓരോ ശ്ലോകം ഓരോ ട്യൂണിലല്ലേ ചൊല്ലുന്നത്. ഏ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി. സായൂജ്യമല്ല, സായുജ്യം. യുയ്ക്ക് ദീർഘമില്ല. അങ്ങനെ ഒരു വാക്കേ മലയാളത്തിലില്ല കേട്ടോ. സായൂജ്യം അല്ല, സായുജ്യം. യുജ്യം. യു അത്ര ഉച്ചരിക്കോ. സായുജ്യം നൽകും ആര്യനും. മായ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ മായ എന്ന് പറഞ്ഞാൽ? സത്യമാണെന്ന് തോന്നുന്നത്, അതിന്റെ ആ സത്യം എന്ന പ്രതീതി ഉണ്ടാക്കുന്നത് മായ. ഈ കാണുന്നതൊക്കെ മായ, അങ്ങനെ പറയുന്നത് അല്ലേ? മായാവി എന്തോ? സത്യം എന്ന പ്രതീതി, ആ ഒരു മായ ഉണ്ടാക്കുന്ന ആളാണ് മായാവി. മായാവിനോദനാരാ? മായാവിയുടെ ഈ മായാജാലത്തില് സന്തോഷിക്കുന്നയാള് അതാരാ? അതും ദൈവം തന്നെയാ. ഇതെല്ലാം ദൈവത്തെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. മായ ഉണ്ടാക്കുന്ന ആളും ദൈവം, ഏ മായയും ദൈവം, ആ മായയെ കണ്ട് സന്തോഷിക്കുന്ന ആളും ദൈവം. അപ്പൊ എല്ലാം ഒരാൾ തന്നെയാണ്. യുക്തിപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രായോഗികമാണോ? ആണോ? പ്രായോഗികമാണോ? ഞാൻ ഒരു കൊമേഡിയനാണ്. ഞാൻ കോമഡി പറഞ്ഞിട്ട് ഞാൻ തന്നെ ചിരിച്ചാൽ ആരെങ്കിലും അംഗീകരിക്കൂ? അംഗീകരിക്കൂ? ഞാനൊരു കോമഡി പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് ചിരിക്കുകയാണ്. ചിരിക്കാതെ കോമഡി പറയുമ്പോൾ മറ്റുള്ളവർ ചിരിക്കും, ശരിയല്ലേ? ഇവിടെ ദൈവം തന്നെ മായ ഉണ്ടാക്കുന്നു. മായ കണ്ട് വിനോദിക്കുന്നതും ദൈവം തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ ഇവിടെ നമ്മൾ സത്യമെന്ന് ധരിച്ചു പോകുന്നതെല്ലാം ശരിക്കും എന്താണ്? മായയാണ്. അതിനെ ഗുരു ഒന്നുകൂടെ വ്യക്തമായിട്ട് ഇല്ലാതമായിടും ഉല്ലാസം ഒന്നും അറിവല്ലാതെ ഇല്ല എന്ന് ഗുരു പറഞ്ഞു. അപ്പം ഈ മായ എന്ന് തോന്നുന്നതെല്ലാം എന്തിലടങ്ങും? അറിവിലടങ്ങും. അറിവാണ് ദൈവം, അറിവാണ് ഈശ്വരൻ, അറിവാണ് പ്രകാശം, പ്രകാശമാണ് ദൈവം. അപ്പോ നീയാണ് ഈ ദൈവം തന്നെയാണ് മായ. ദൈവം തന്നെയാണ് മായയെ ഉണ്ടാക്കുന്നത്. മായയെ ഉണ്ടാക്കിയിട്ട് ആ മായ കണ്ട് രസിക്കുന്നതും ദൈവം തന്നെയാണ്. നീ തന്നെയാണ് ഈ മായയെ നീക്കിയിട്ട് എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ കാണുന്ന മായയെ മാറ്റിയിട്ട് എനിക്ക് സായുജ്യം. സായുജ്യം എന്ന് വെച്ചാൽ എന്തുവാ? സംതൃപ്തി, മോക്ഷം എന്നൊക്കെ പറയും. ആ മോക്ഷം നൽകുന്ന ആര്യനാണ്. ആര്യൻ എന്ന് വെച്ചാൽ ആരാ? ശ്രേഷ്ഠൻ, ശ്രേഷ്ഠമായത്, ശ്രേഷ്ഠനാണ്, ഏറ്റവും ഉയർന്നവൻ, എന്താ ഏറ്റവും മൂല്യമുള്ളവൻ എന്നുള്ള അർത്ഥമാണ്. മായ ഉണ്ടാക്കുന്നവൻ നീതാണ്. ഇതെല്ലാം ഈ മായ മാറ്റുന്നത് നീയാണ്, അല്ലേ? അപ്പൊ അർത്ഥം മനസ്സിലായോ? നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നൽകും ആര്യൻ കേട്ടോ. നൽകും ആര്യൻ. അത് നൽകും മാര്യൻ എന്നൊക്കെ ചൊല്ലു പറയും. അങ്ങനെ മുറിച്ച് ചൊല്ലരുത്. അത് ചൊല്ലുന്നുണ്ടെ അതിനെ അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. വ്യക്തമായോ? നൽകും ആര്യനും. അടുത്തത് ഏറ്റവും വളരെ പ്രധാനമുള്ള സംഭവം. നീ സത്യം ജ്ഞാനമാനന്ദം. നീ സത്യം ജ്ഞാനമാനന്ദം. നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. ഒഴിയുമല്ല, മൊഴിയാ കേട്ടോ. മൊഴി വേറല്ല, ഓതും മൊഴിയും. ഓതും മൊഴിയും, ഓതുന്ന മൊഴി, അതാണ് സംഭവം. പലരും ചൊല്ലുമ്പം ഓതും മൊഴിയും ഒഴിയും എന്നുള്ള രീതിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ മുറിച്ചു വരുമ്പോൾ അത് തെറ്റായിട്ട് വരരുത്. അപ്പോ നീയാണ് സത്യം. സത്യം എന്ന് വെച്ചാൽ ശാശ്വതമായത്, ഇവിടെ ഉള്ളത്, ജനിമൃതികളില്ലാത്തത്, ഒരിക്കലും നാശമില്ലാത്തത്, അതാണ് സത്യം. നീ തന്നെ വർത്തമാനവും. വർത്തമാനം എന്തുവാ? പ്രസന്റ്, ഇപ്പൊ നടക്കുന്നത്. സത്യം തന്നെയാണ് വർത്തമാനം. ഇന്നലെ സത്യമാണോ? ഇന്നലെ സത്യമാണോ? നാളെ സത്യമാണോ? ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാതെ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ സെക്കൻഡിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യം.
നാളെ വരാനിരിക്കുന്നത് പ്രതീക്ഷ മാത്രമാണ്. അത് സത്യമാണോ? കഴിഞ്ഞത് സ്വപ്നമാണോ? അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോയത് ഭൂതമാണോ? ഭൂതം കഴിഞ്ഞുപോയി. അത് സത്യമാണോ? അറ്റ് ദ പ്രസന്റ്, ഇപ്പം ഈ നിമിഷം. അല്ല, ഫ്യൂച്ചറും അല്ല പാസ്റ്റും അല്ല, പ്രസന്റ്. നിത്യവർത്തമാനം എന്ന് പറയും. നിത്യവർത്തമാനം, നിത്യസത്യം എന്നൊക്കെ പറയും. സത്യത്തെ പറ്റി അതിനെ ഇങ്ങനെ നിർവചിക്കാം: നീ തന്നെ വർത്തമാനവും. സ്ഥിതി എന്ന് പറയത്തില്ലേ? മഹാവിഷ്ണു സ്ഥിതിയുടെ അവതാരമാണ്, അല്ല എന്താ, ഇതാണെന്നൊക്കെ പറയത്തില്ലേ, ദേവനാണെന്നൊക്കെ പറയത്തില്ലേ? സ്ഥിതി, എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് എന്താണ്? വർത്തമാനം. മരണവുമല്ല, ജനനവുമല്ല, സ്ഥിതി. ആ സ്ഥിതി ആയിട്ട് വേണമെങ്കിൽ ഈ വർത്തമാനത്തിനെ കാണാൻ കേട്ടോ. അപ്പൊ നീ തന്നെയാണ് സത്യം, നീ തന്നെയാണ് ജ്ഞാനം, അറിവ് നീ തന്നെയാണ്. ആ അറിവിലൂടെ കിട്ടുന്ന ആനന്ദം, പരമമായ ആനന്ദം, ഒരിക്കലും നാശമില്ലാത്ത ആനന്ദം, ഈ ഖണ്ഡിക്കാത്ത അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാത്രമല്ലാത്ത നിത്യവും നിലനിൽക്കുന്ന ആനന്ദം, അതും നീ തന്നെയാണ്. നീ തന്നെ വർത്തമാനവും. എപ്പോഴും തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? സ്ഥിതിയാണ്, വർത്തമാനം അല്ലേ? എക്സിസ്റ്റിംഗ് എന്ന് പറയും. എക്സിസ്റ്റിംഗ്, പണ്ടേ ഉള്ളത്, ഇപ്പോഴും ഉള്ളത്, നാളെ ഇവിടെ കാണും, വരാൻ പോകുന്നതല്ല. ക്ലിയർ ആയോ? വർത്തമാനം. അപ്പൊ നീ തന്നെയാണ് വർത്തമാനവും. ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയും ഓർക്കിൽ നീ. ഇനി ഭൂതം ഉണ്ടെങ്കിൽ അതും നീ തന്നെയാ. ഭാവി ഇനി വരാനിരിക്കുന്നതും നീ തന്നെയാ. കഴിഞ്ഞു പോയതും നീ തന്നെ, വരാനിരിക്കുന്നതും നീ തന്നെ, ഇപ്പൊ ഉള്ളതും നീ തന്നെ. ഇനി ഇതേപ്പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊഴിയില്ലേ, ഈ പറയുന്ന വാക്കുകൾ, അതും നീ തന്നെ. ആര്? ദൈവം. ചുരുക്കം പറഞ്ഞ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ദൈവം തന്നെ. എന്റെ ശബ്ദവും ദൈവം തന്നെ. നിങ്ങൾ കേൾക്കുന്ന കാതുകളും ദൈവം തന്നെ. ശരിയല്ലേ? അപ്പം അത് ക്ലിയർ ആയോ? നീ സത്യം, ജ്ഞാനമാനന്ദം. ചേട്ടാ മുമ്പേ ജ്ഞാനം എന്ന് പറഞ്ഞ് ഞായും ചായയും കൂടെ ചേർത്ത് പറയണേ. ജായും ഞായും കൂടെ. ജ്ഞാനം, വിജ്ഞാനം എന്ന് പറയുന്നത് പോലെ. ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പൊതുവെ തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് അത്. അത് വ്യക്തമാണല്ലോ അല്ലേ? ഏ, വ്യക്തമല്ലേ? സംശയമുണ്ടോ? സംശയമുണ്ടോ? ഓക്കെ ആണോ? മൊഴി സംശയമുണ്ടോ? ഏ, വ്യക്തമാണ്, വ്യക്തമാണ്. മുന്നോട്ട് പോ. ഓക്കെ. അടുത്തത് അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ ജയിക്കുക. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ. അവിടെ നിർത്തണേ. പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ ജയിക്കുക. എവിടെ? അങ്ങാണ് ഇരിക്കുന്നത്, അറിവിന്റെ പരകോടിയിൽ, ഉന്നതങ്ങളിൽ. അതുകൊണ്ടാണ് അങ്ങ് ഭഗവാനെ ജയിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ തിങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിറഞ്ഞിരിക്കുകയാണ്. അകവും പുറവും തിങ്ങിയിരിക്കുകയാണ്. അകത്തുമുണ്ട് പുറത്തുമുണ്ട്, എൻ്റെ ഉള്ളിലുമുണ്ട് പുറത്തുമുണ്ട്. ഒരുപോലെ തിങ്ങി നിറഞ്ഞിരിക്കുന്നതാണ് ദൈവം. അങ്ങനെയുള്ള മഹിമാവാണ്, മഹത്വം നിറഞ്ഞവനാണ് നീ. അപ്പം അങ്ങനെയുള്ള മഹിമാവ് ആർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറിയ, മഹിമയേറിയ, അകത്തും പുറത്തും മഹിമയോടുകൂടി ആർന്നിരിക്കുന്ന, നിറഞ്ഞിരിക്കുന്ന ആണ് നിന്റെ പദം. അങ്ങനെയുള്ള നിന്റെ പാദം പുകഴ്ത്തുന്നു, ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭഗവാനെ ജയിക്കുക, അല്ലയോ ദൈവമേ ജയിക്കുക, ഭഗവാനെ ജയിക്കുക എന്നാണ് കേട്ടോ. അപ്പൊ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങൾ അങ്ങു ഭഗവാനെ ജയിക്കുക. ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക. ദീന അവനപരായണ എന്നൊക്കെ മുറിച്ചു ചൊല്ലുന്ന കേട്ടിട്ടുണ്ട്. അത് അർത്ഥമില്ല കേട്ടോ, ഒരു കാര്യമില്ല. ദീനാവനപരായണൻ എന്ന് പറഞ്ഞ ഒറ്റ വാക്കാണ് കേട്ടോ, അതൊരൊറ്റ വാക്കാണ്. ദീനാവനപരായണൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ദീനരെ അവനം ചെയ്യുന്നതിൽ എപ്പോഴും തൽപരനായിരിക്കുന്ന ഒറ്റ വാക്കാത് കേട്ടോ. ദീനാവനപരായണൻ, അത് ഒന്നിച്ച് പറയണം, മുറിക്കാതെ.
കേട്ടോ. മഹാദേവൻ ആരാ? വലിയവനായ ദൈവം. ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുത് എന്താണോ അത്. അതാണ് ജയിക്കുക മഹാദേവ, നീ ജയിക്കുക. ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലിയവനായ നീ ജയിക്കുക. ദീനാവനപരായണ, ദീനരെ, ദുഃഖിക്കുന്നവരെ എപ്പോഴും രക്ഷിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവനെ, അതാണ് ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ. ചിത്ത് എന്ന് പറഞ്ഞാൽ ബോധം എന്നാണ് അർത്ഥം, അറിവ്. ഇപ്പം അറിവിൽ ആനന്ദം ഉൾക്കൊള്ളിച്ചിരിക്കുന്നവൻ, അല്ലെ അറിവ് കൊണ്ട് ജ്ഞാനസ്വരൂപൻ എന്നൊക്കെ പറയും. അറിവ് കൊണ്ട്, അറിവ് ഒരു ആനന്ദമാണ്, അതൊരു അനുഭവിച്ചറിയേണ്ട ഇതാണ്. അപ്പൊ ഈ ചിദാനന്ദൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് അതാണ്, നമ്മൾ അനുഭവിച്ചറിയേണ്ട അറിവാണ്. ഇപ്പൊ അറിവിനെ നമ്മൾ എപ്പോഴും അറിയുകയല്ലേ, അനുഭവിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ചിദാനന്ദ അതാണ് പറയുന്നത്. ദയാസിന്ധോ ജയിക്കുക. ദയയാണ് ഇപ്പോഴും ദയയുടെ അങ്ങേ അറ്റം, അല്ലെങ്കിൽ ദയയുടെ ഏറ്റവും മൂർത്തിഭാവം എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ദൈവമേ ജയിക്കുക എന്നുള്ളതാണ്. അത് ജയിക്കുക മഹാദേവ, അതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നും വരുത്താറില്ല. ജയിക്കുക മഹാദേവ, ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ, ദയാസിന്ധോ ജയിക്കുക. ഏറ്റവും അവസാനത്തെ ആഴമേറും നിൻ മഹസാം ആഴിയിൽ, ഈ അത് ചൊല്ലുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ, അങ്ങനെ ചൊല്ലരുത്. ആഴമേറും നിൻ മഹസാം, നിർത്തുക, മഹസാം. പിന്നെ അടുത്ത വരിയിൽ ആഴിയിൽ എന്ന് തുടങ്ങണം. ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, ആഴണം വാഴണം എന്ന് നിർത്തണം കേട്ടോ. എന്നിട്ട് നിത്യം വാഴണം സുഖം, അത് ചേർത്ത് പറയണം. എന്തുകൊണ്ടാ അറിയോ? സാധാരണ ഒരു സുഖമല്ല ഇവിടെ പറയുന്നത്, നിത്യം വാഴുന്ന സുഖമാണ്. ഈ ഭവാബ്ധി എന്ന് പറയുന്ന സാഗരം, അത് വളരെ ശാന്തമാണ്. നമ്മൾ ആദ്യം കണ്ടത് സംസാര സാഗരമാണ്. അവിടെ തിരയിളക്കമുണ്ട്. ആ തിരയിളക്കമുള്ള സാഗരത്തിൽ നിന്നും നമ്മൾ ദൈവദശകം പ്രാർത്ഥിച്ച് പഠിച്ച് മനനം ചെയ്തു വരുമ്പോൾ ഏറ്റവും അവസാനം കൊണ്ട് എത്തിക്കുന്നത് ഭവാബ്ധിയാണ്. ഭവാബ്ധിയിൽ വരുമ്പോൾ അത് ശാന്തമാണ്. അവിടെ തിരയിളക്കമില്ല. അവിടെ നമ്മൾ ശാന്തരായിട്ടിരിക്കും. ഈ അതിനെ നമ്മൾ എപ്പോഴും സംസാര സാഗരം എണ്ണാതെ ഭവാബ്ധി, അത് ദൈവം തന്നെ ആകുന്ന സാഗരമാണ്, ഈശ്വരൻ തന്നെ ആകുന്ന സാഗരമാണ് എന്ന് കാണുന്നിടത്ത് നമുക്ക് രക്ഷ കിട്ടി, അല്ലെ? ഈശ്വരനെ കിട്ടിയാൽ പിന്നെ രക്ഷ കിട്ടിയില്ലേ? അവിടെ പിന്നെ ഉള്ളത് എന്താണ് ദൈവം? താൽക്കാലിക സുഖങ്ങളല്ല, നിത്യം വാഴുന്ന സുഖമാണ്. അതിനൊരിക്കലും നാശമില്ല. അപ്പം ദൈവമേ സുഖം, അതാണ് ദൈവദശകത്തിന്റെ ഉള്ളടക്കം. ദൈവമേ എന്ന് തുടങ്ങിയിട്ട് ഏറ്റവും അവസാനത്തെ അക്ഷരം, അല്ലെ വാക്ക്, സുഖം എന്നാണ്. ദൈവമേ എന്ന് തുടങ്ങി സുഖത്തിൽ എത്തി നിർത്തും. വെറും സുഖമല്ല, നിത്യം വാഴുന്ന സുഖത്തിൽ കൊണ്ടെത്തിച്ചു നിർത്തും. അപ്പോൾ ആഴണം വാഴണം, നിത്യം വാഴണം സുഖം എന്ന് ചൊല്ലണം. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം, നിത്യം വാഴണം സുഖം. എന്നിട്ട് ഓം ശാന്തി 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 എന്ന് ചൊല്ലി നിർത്തണം കേട്ടോ. 1 മണിക്കൂർ കൂടുതലായി. ദൈവദശകം പറഞ്ഞു, വാച്യാർത്ഥം പോലും ഞാൻ പറഞ്ഞില്ല കേട്ടോ. മുറിക്കേണ്ടത് എവിടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ചൊല്ലുക, ഈ പറഞ്ഞ എഴുതിയെടുത്തതിനെ ഫോളോ ചെയ്യണം. എന്നിട്ട് സംശയമുള്ളവർക്കൊക്കെ എനിക്ക് എന്റെ ചേച്ചി എന്റെ നമ്പർ കൊടുത്താൽ മതി, എനിക്ക് പേഴ്സണലായിട്ട് ഇട്ടാൽ മതി. എന്ത് സംശയം ഉണ്ടെങ്കിലും മെസ്സേജ് ഇടാം, ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന രീതിയിൽ. നിങ്ങൾക്ക് എന്നെ എന്തെങ്കിലും അതിനകത്ത് ഈ പറയുന്നതിനകത്ത് മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിമർശിക്കാം. അത് എന്നോട് നേരിട്ട് പറയാം. അതിൽ കാര്യമുണ്ടോ എന്ന് ഞാൻ ഗുരുവിനോട് ചോദിച്ചിട്ട് സ്വീകരിക്കും. ഇല്ലെങ്കിൽ ഗുരു പറയുന്നത് നിങ്ങൾക്ക് ഇട്ടുതരും അതിന്റെ മറുപടി. ശരിയല്ലേ? തീർച്ചയായിട്ടും കറക്റ്റ് 1 മണിക്കൂറായി നമ്മുടെ ദൈവദശകം പഠിച്ചു തുടങ്ങി. ഗുരുകുലത്തിന്റെ പ്രത്യേകതയാ, 10 മണിക്ക് ക്ലാസ് പറഞ്ഞാൽ ഗുരു 9:30 സ്റ്റേജ് വന്നിരിക്കും. 1 മണിക്കൂർ ക്ലാസ് പറഞ്ഞാൽ കറക്റ്റ് ആ 10 മണിക്ക് തുടങ്ങിയിരിക്കും, 11 മണിക്ക് നിർത്തും. ശീക്ര കർത്തവ്യ കൃത്യം എന്ന് പറയും.
നടരാജ ഗുരു മുനിഗുരുവിനെ പറ്റി വിശേഷിപ്പിച്ചതാണ്. ഈ ആശ്രമം എന്ന കൃതിയിൽ ഗുരുവിന് വേണ്ട ഗുണങ്ങൾ 13 ഗുണങ്ങൾ എഴുതിയിട്ടുള്ള ഏറ്റവും മഹത്തരമായ ഒരു ഗുണമാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് കൃത്യമായിട്ട് ചെയ്യുക. ഞാൻ 5 മിനിറ്റ് മുമ്പ് ജോയിൻ ചെയ്തില്ലേ? തീർച്ചയായിട്ടും. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. വിമർശനങ്ങളെ സ്വീകരിക്കും. തീർച്ചയായിട്ടും പറയുക. എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. എല്ലാവരും പഠിതാക്കളാണ്. ആരും എന്നെ ജി എന്ന് വിളിക്കരുത്. ദീപു എന്ന് വളരെ സ്വാതന്ത്ര്യത്തോടെ വിളിക്കുക. ഞാൻ പ്രഭാഷകനല്ല. ഞാൻ ചേച്ചിന്നും ചേട്ടാന്നും ഒക്കെയാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാവൂ. ദുബായിൽ ഒരു പ്രാവശ്യം ഇതിന് എന്നെ അവർ പൊന്നാടിയൊക്കെ ഇടിയിക്കാൻ വന്നു. ഞാൻ തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഞാൻ നിങ്ങളെ പോലൊരു പഠിതാവാണെന്ന്. ഏറ്റവും ലാസ്റ്റ് സ്പീച്ച് കഴിഞ്ഞപ്പോൾ ഇവരെനിക്കൊരു പൊന്നാട കൊണ്ടിടാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താന്ന് ചോദിച്ചുകൊണ്ടാൽ ഞാൻ പറഞ്ഞു, ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലേ നിങ്ങളെ പോലെ ഞാനും പഠിതാവാണ്. നിങ്ങൾ പൊന്നാട ഇടുമ്പോൾ ഞാൻ വലിയ ആളായി. നമ്മൾ ഈ വട്ടപൂജ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് വട്ടപൂജ്യത്തിൽ നിൽക്കുക, 0-യില്. അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് ദൈവദശത്തിൽ സംശയം ഉണ്ട് ചോദിക്കണം കേട്ടോ. ഒരാഴ്ച സമയമുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അടുത്ത പ്രാവശ്യം മുതൽ നിങ്ങൾ മത്സരം വെക്കുന്നതിന് എനിക്ക് ഇതൊന്നുമില്ല. പക്ഷെ ഇതില് ഒരു സേവനം എന്നുള്ള രീതിയിലാണല്ലോ. ഇതിന്റെ പേര് തന്നെ സേവനം എന്നാണല്ലോ. അനുകമ്പ എന്ന് പറയുന്ന സംഭവമുണ്ട്. ജീവകാരുണ്യ പഞ്ചകം ഇപ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുഞ്ഞു മോളെ പോലെയുള്ളവരെ അനുകമ്പ ദശകം തീർച്ചയായിട്ടും അവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റിയൊക്കെ നമ്മൾ ബോധവാന്മാരാണ്. ഈ സാഹചര്യങ്ങളൊക്കെ ഇനി വരുന്ന തലമുറയിൽ ഉള്ളവര്, ഈ ലോകത്തുള്ളവരെല്ലാം പഠിക്കട്ടെ, എന്നിട്ട് ഉണ്ടാവാതിരിക്കട്ടെ. നമ്മുടെ തലയുടെ മേളിൽ കൂടെ തീകോളങ്ങൾ പോകുന്ന കാണുന്നില്ലേ? ഗുരുകുലം സ്റ്റഡി സർക്കിളുകൾ തുടങ്ങിയപ്പോൾ നടരാജ ഗുരു പറഞ്ഞത് ഇതാണ്: ദൈവദശം ഒന്നുമല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത് ആദ്യം അനുകമ്പ ദശമാണ്. ആദ്യം അത് പ്രാർത്ഥനയായിട്ട് ചെയ്യണമെന്ന്. എല്ലാത്തിന്റെയും സാരം അത് തന്നെയാണ്, അനുകമ്പ. ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അപ്പം ഈ നമ്മള് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ ഒരു വളം ഉണ്ടല്ലോ, അത് വലുതാകുമ്പോൾ ഈ ലോകത്തിനെ തന്നെ മാറ്റിമറിച്ചു കളയും. ഇപ്പൊ സ്നേഹം. തീർച്ചയായിട്ടും ഇത്ര സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച ദീപുവിന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും